ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ SIR ഫോം പൂരിപ്പിച്ച് നൽകിയത് BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരിക. ശേഷം ഇവിടെ നമുക്ക് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഒരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കേരള എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് എൻ്റർ എപ്പിക് നമ്പർ ഇൻ 2025 എന്നുള്ളതാണ്. അപ്പോൾ 2025 അതായത് നമ്മുടെ പുതിയ ID കാർഡ് നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പുതിയ 10 അക്ക ID കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക്